സഹോദരങ്ങളെ, ഒന്നാമതായി എണ്ണിയത് ഷെയ്ഖുസാനി. പ്രായമുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, 40 വർഷം കഴിഞ്ഞപ്പോ, 40ാമത്തെ വയസ്സെത്തിയപ്പോ വലിയ പണ്ഡിതനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പേടിച്ച് കരഞ്ഞുപോയി. എനിക്ക് 40 വയസ്സെത്തിയല്ലോ അല്ലാഹ്, എന്റെ എല്ലാ ജീവിതത്തിലെയും നല്ലൊരു സമയം എനിക്ക് നീ തന്നല്ലോ അല്ലാഹ്. തസ്നീഫ് നിർത്തിപ്പോയി, തദ്രീസ് നിർത്തിപ്പോയി. ഒരു ശിഷ്യനെയും കൂട്ടിയിട്ട് മഹാനവർകൾ വീട്ടിലെ ഒരു മുറിയിലേക്ക് അങ്ങ് കടന്നിട്ട് പുറത്ത് ശിഷ്യനെ നിർത്തി. അത്യാവശ്യത്തിന് ആളുകൾ വന്നാൽ മാത്രം ഒന്ന് വിവരം തരണം, ഇബാദത്തിലാണ്. എന്റെ റബ്ബ് എനിക്ക് 40 വർഷം ഈ ദുനിയാവിൽ തന്നു. ഞാൻ ഈ ദുനിയാവിൽ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു, അധ്വാനിച്ചു. ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങളാണ് നടത്തിയത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ എത്രമാത്രം വലുതാണ്. ഇന്നും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഓതിയിട്ട് അതിന്റെ ഇൽമ വരെ ശേഖരിക്കുന്നുണ്ട്, ഓതിക്കൊടുക്കുന്നുണ്ട്. അത്രയും വലിയ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച മഹാൻ 40 വയസ്സായപ്പോ പേടിച്ചുപോയി. അതുകൊണ്ടല്ലേ 40 കഴിഞ്ഞ ആളുകൾക്കും ഒരു പ്രാർത്ഥന അല്ലാഹ് പ്രത്യേകം പഠിപ്പിച്ചത്. ആ പ്രാർത്ഥന നിർവഹിച്ച നബിയല്ലേ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് എത്രമാത്രം വലിയ അധികാരവും ബഹുമാനവും അല്ലാഹു നൽകിയിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ അധികാരവും ബഹുമാനവും ഒക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിനോട് ദുആർക്കുകയാണ്, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, ഉറുമ്പിന്റെ സംസാരം കേൾക്കാൻ, ഉറുമ്പുകളോട് പറയുന്നത് കേൾക്കാൻ നീ എനിക്ക് കഴിവ് തന്നല്ലോ അല്ലാഹ്. പക്ഷികളുടെ വർത്തമാനം കേൾക്കാനുള്ള കഴിവ് തന്നല്ലോ അല്ലാഹ്. പിശാചുക്കളെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള കഴിവ് തന്നല്ലോ അല്ലാഹ്. ജിന്നുകളെ നിയന്ത്രിക്കാനും കെട്ടിയിടാനുമുള്ള കഴിവ് തന്നല്ലോ അല്ലാഹ്. ഈ ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട് മഹാനവറുകൾ ചിരിച്ചു. ചിരിച്ച ഉടനെ തന്നെ പറയുന്നത് ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ വഖാല റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. പടച്ചോനെ, ഇതൊക്കെ എനിക്ക് തന്നെങ്കിലും, ഈ കഴിവുകളൊക്കെ എനിക്ക് നീ തന്നെങ്കിലും ഇതുകൊണ്ടൊന്നും മതിയാക്കരുത് അല്ലാഹ്. നിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് ഇനിയും നീ തൗഫീഖ് തരണം. നമ്മളോടും പഠിപ്പിച്ചു അങ്ങനെ ദുആ നടത്താൻ. റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉദാഹരണം നോക്കി. ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട് മഹാനവറുകൾക്ക് വലിയ സന്തോഷം വന്നു. ഉടനെ അല്ലാഹു ഉറുമ്പിനാണ്, പടച്ചോനെ, ഉറുമ്പിന്റെ സംസാരം കേൾക്കാൻ നീയാണ് കഴിവന്നത്. എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരൊന്നും ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ടില്ല, എനിക്ക് നീ അതിന് കഴിവ് തന്നു. ആ ഉറുമ്പ് സംസാരിക്കുന്ന കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ധാരാളം അനുഗ്രഹങ്ങൾ തന്നുപോയി. അതിന് നിനക്ക് ശുക്ർ ചെയ്യാൻ എന്നെ നീ തോന്നിപ്പിക്കണം. എനിക്ക് നീ തൗഫീഖ് തരണം, എനിക്ക് നീ സന്ദർഭങ്ങൾ തരണം. വഅൻ അഅമല സാലിഹൻ തർളാഹ്. നീ തൃപ്തിപ്പെടുന്ന സുകൃതങ്ങൾ ചെയ്യാനും എനിക്ക് നീ തൗഫീഖ് തരണം. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ നല്ല അടിമകളിൽ എന്നെ നീ ചേർത്തി തരണം. 40 കഴിയുമ്പോ അവരൊക്കെ അങ്ങനെ ചിന്തിച്ചു പോയി. ഒരുപാട് മഹാന്മാർ ഇബാദത്തിന്റെ മേഖലയിലേക്ക് കടന്നുപോയി. നമ്മൾ കൂടുതൽ 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 പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സജീവത വരുത്തണം.
അങ്ങനെയാ വേണ്ട, കൂടുതൽ മോശാകല്ലേ വേണ്ട, നന്നാകണം. രണ്ടാമത്തെ വിഭാഗം വൽ ഇമാമുൽ ജായിറു, അക്രമിയായ ഭരണാധിപനാണ്. ഭരിക്കുന്ന ആളുകളോടൊക്കെ പറയട്ടെ, ഭരിക്കുന്നത് മഹല്ലാണെങ്കിലും, ഭരിക്കുന്നത് വാർഡാണെങ്കിലും, ഭരിക്കുന്നത് പഞ്ചായത്താണെങ്കിലും അക്രമം ചെയ്തുകൂടാ, അനീതി ചെയ്തുകൂടാ. അക്രമം ചെയ്യുന്ന നേതാവ്, അക്രമം ചെയ്യുന്ന തലവൻ, ആ തലവനെയും അല്ലാഹു കൊണ്ടുപോകാൻ പറയുന്നത് നരകത്തിലേക്കാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ചെറിയൊരു അധികാരം ചുരുങ്ങിയ കാലം അവന്റെ കയ്യിൽ കൊടുത്തപ്പോഴേക്ക് നിരപരാധികളെ പീഡിപ്പിച്ചു പോയി. അവകാശങ്ങൾ പലരുടേതും ധ്വംസിച്ചു പോയി. പലർക്കും കിട്ടേണ്ട നീതി അനീതിയായി മാറിപ്പോയി. പലർക്കും കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ ഹനിക്കപ്പെട്ടുപോയി. ഈ നിലക്ക് പ്രവർത്തിച്ച ഭരണാധികാരിയാണ് ഇയാള്. എനിക്കല്ലേ അയാളെ മേലെ അധികാരമുള്ളത്? ലോകത്തിന്റെ മൊത്തവും അധികാരം എന്റെ കയ്യിലല്ലേ? ഞാൻ ഒരാൾക്കും അക്രമം ചെയ്തിട്ടില്ലല്ലോ. അള്ളാഹു ഒരാളോടും അനീതി ചെയ്യുകയില്ലല്ലോ. ഒരാൾക്കും അക്രമം ചെയ്യൂലല്ലോ. ചെറിയൊരു അധികാരം കൊടുത്തപ്പോഴേക്ക് ഈ രൂപത്തിൽ അക്രമം ചെയ്തെങ്കിൽ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. അധികാരം കിട്ടിയിട്ടല്ലേ അവനത് ചെയ്തത്? ചെറിയൊരു അധികാരം കിട്ടിയിട്ടല്ലേ അവനത് ചെയ്തത്? പരമാധികാരമൊന്നും ഞാൻ അവന് കൊടുത്തിട്ടില്ലല്ലോ. അക്രമം ചെയ്യുന്ന ഭരണാധികാരി, ഒന്ന് പറയട്ടെ, അക്രമം ചെയ്യുന്ന തലവനാകുന്ന ഉപ്പയാകരുത്, അക്രമം ചെയ്യുന്ന ഉമ്മയാകരുത്. നീതിയോടെ വർത്തിക്കുന്ന ഉമ്മയും ബാപ്പയുമാകണം. നമ്മളും ഇമാമുകളാണ് സഹോദരങ്ങളെ. നമ്മളെ മക്കൾക്ക് നമ്മൾ ഇമാമുകളാണ്. നമ്മളുടെ പേരമക്കൾക്ക് നമ്മൾ ഇമാമുകളാണ്. നമ്മൾ നിസ്കരിക്കാതെ അവരോട് നിസ്കരിക്കാൻ പറയുന്നത് അനീതിയാണ്, അക്രമമാണ്. നമ്മൾ നോമ്പ് നോൽക്കാതെ അവരോട് നോമ്പ് നോൽക്കാൻ പറയുന്നത് അനീതിയാണ്, അക്രമമാണ്. അക്രമം അവരോട് കാണിച്ചുകൂടാ. നമ്മൾ ഓതണില്ല, നമ്മൾ പഠിക്കണില്ല, അവരോട് ഓതാനും പഠിക്കാനും പറയാ. പിന്നെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയതുകൊണ്ട്, ആ പ്രായത്തിലായതുകൊണ്ട് അവർ അനുസരിക്കുന്നുള്ളതാണ് പിന്നെ നമ്മളെ മനസ്സിലുള്ള ഒരു ചിന്ത. കുറച്ചുകൂടി വലുതാകുമ്പോ അവരും സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്നാ വാപ്പക്കും ഈ പണിയൊക്കെ എടുത്തൂടെ, ഉമ്മാക്കും ഈ പണിയൊക്കെ ചെയ്തൂടെ? ഖുർആനോത് ഞങ്ങൾക്ക് മാത്രമുള്ളതാ? നിസ്കാരം ഞങ്ങൾക്ക് മാത്രമുള്ളതാ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മാത്രമല്ല, അവർക്കും ചെയ്തൂടെ? അപ്പൊ പിന്നെ നമ്മൾ കൽപ്പന നിർത്തും. ഇനി കൽപ്പിക്കേണ്ട പരിധി കഴിഞ്ഞു. കാരണം തിരിച്ചു ചോദ്യം വരാൻ തുടങ്ങി. ഇനി ആളോട് കൽപ്പിക്കണ്ടെന്ന് വെക്കാം. അവരോട് അക്രമം ചെയ്യാൻ പാടില്ല, അനീതി പഠിപ്പിക്കാൻ പാടില്ല. നീതിയും ധർമ്മവുമാണ് അവർക്കും പകർത്തി കൊടുക്കേണ്ടത്. ചെറിയൊരു അധികാരം നിന്നപ്പോഴേക്ക് മനുഷ്യന്മാരെ മുഴുവനും ചുട്ടുകൊല്ലുന്ന സ്വഭാവം ഉണ്ടായാലെങ്ങനെ? നിങ്ങൾ നോക്ക്, നിങ്ങൾ ബഷാറുൽ അസദിനെ പോലത്തെ ഭരണാധികാരികൾ ചെയ്യുന്നതല്ലേ? ദുനിയാവിനെ മോഹിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകളെ ശരീരത്തിലേക്ക് നിറവൊഴുക്കുക, കൊന്നുകളയുക പലരെയും. എന്നിട്ട് വീണ്ടും അധികാര കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിരാജിക്കുക. എത്ര അധികാരികളുടെ ലോകത്തെങ്ങനെ? ആ അധികാരികളെ മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമിന്റെ ഒരു പേര് വെച്ചു എന്നതുകൊണ്ട് മാത്രമൊന്നും സ്വർഗത്ത് പോകാൻ കഴിയൂല. നടത്തുന്നത് അക്രമമാണോ? ചെറിയൊരു അധികാരം കിട്ടിയതിന്റെ പേരില് നരകത്തിലേക്കാണ്. മൂന്നാമതായി പറയുന്നു, വമുദ്മിനുൽ ഖംരി, ഖംർ ഉപയോഗിക്കുന്ന മനുഷ്യനും മദ്യപാനിയും മസ്താകുന്ന ലഹരി ഉപയോഗിക്കുന്നവരും നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടുന്നവരാണ്. ഖംർ എന്ന് പറഞ്ഞാൽ കള്ള് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, കുല്ലു മുസ്കിരിൻ ഖംറുൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മസ്താക്കുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളൊക്കെ, അതിന്റെ ഒക്കെ പേര് ഖംർ എന്നാണ്. മാ ഖമറൽ അഖ്ൽ, ബുദ്ധിയെ മരവിപ്പിക്കുന്നത്. അതിന് ഒരു പുക ശ്വസിച്ചിട്ടാണെങ്കിലും ശരി, നരമ്പിലൂടെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും നീര് മാത്രം വായിലേക്ക് അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, മയക്ക് വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത്. ചിലര് വിചാരിക്കുന്നത്
പാൻ വസ്തുക്കൾക്കൊന്നും കുഴപ്പമില്ല, ഡിഗ്രി കൂടിയതിന് മാത്രമേ കുഴപ്പമുള്ളൂ. വലുതിനും ചെറുതിനൊക്കെ സംഗതി ഒരേ രൂപ. ചില ആൾക്കാരങ്ങനെ മനസ്സിലാക്കിയത്. ഒരൗൺസ് ഒക്കെ കുടിക്കുക അതിന് കുഴപ്പമില്ല, 2, 3 ഒക്കെ വർദ്ധിക്കുമ്പോഴേ ഒന്നിങ്ങനെ ആടുന്ന സമയത്ത് 3-ാം കാലം ഉപയോഗിക്കേണ്ടി വരുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ല, ചെറുതും വലുതും ഒക്കെ അങ്ങനെ തന്നെ. മസ്താക്കുന്ന രൂപവും ഭാവവും ഷെയ്നും ഉള്ളതാണോ നേരത്തെ തന്നെ അത് കുറച്ച് ഉപയോഗിച്ചാലും നിയമം തന്നെ, കൂടുതൽ ഉപയോഗിച്ചാലും നിയമം തന്നെ. അങ്ങനെയുണ്ട്. ഒരു മുറുക്കം കിട്ടാൻ, ഒരു ഫിറ്റിങ്സിന് വേണ്ടി ഒരു ബെനിഫിറ്റ് ശരീരത്തിലൊക്കെ ഒന്നൊന്ന് അതിനു വേണ്ടി 1 ഔൺസ് മാത്രം അങ്ങനെ ഒന്ന് മുറുക്കി റെഡിയാക്കാൻ പറ്റൂല. നിങ്ങളെ ജോലിക്ക് കനം കൂട്ടാൻ വേണ്ടി പറ്റൂല. 150, 250, 350, 600, 700 ആളുകൾക്കൊക്കെ ഭക്ഷണം പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു പാചകക്കാരനാണ്. അയാൾക്ക് ഭക്ഷണം വേണ്ടോ, അയാൾക്ക് ഭക്ഷണം വേണ്ട. അയാൾക്ക് വെള്ളം വേണോ, വെള്ളം വേണ്ട. പിന്നെയോ അയാളെ നാവിലും നാവിന്റെ അടിയിലും ഒരു വസ്തു ഉണ്ട്. ആ വസ്തു നമ്മൾ കൊടുത്ത പൈസക്ക് അയാൾ വാങ്ങി സഹായത്തിന് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് പണിയെടുക്കുകയാണ്. 10 ആളുകൾ അരിയുന്ന ഉള്ളിയൊക്കെ ഒറ്റയടിക്ക് മൂപ്പരങ്ങ് അരിഞ്ഞ് റെഡിയാക്കി തീർക്കും. സുബ്ഹാനല്ലാഹ്, എത്ര സ്പീഡുള്ള പണിക്കാരനാണ്. സഹോദരങ്ങളെ, വിളിച്ചുപോയി ആളെ മാനക്കേടിലാക്കണ്ട. മദ്യപാനെ സഹായിക്കുന്നതും അവന് വേണ്ടി കാശ് കൊടുക്കുന്നതും അവനെ ബഹുമാനിക്കുന്നതും അവൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നതും ശപിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെ സൽക്കരിക്കാൻ പാടില്ല. അവരാ രൂപത്തിൽ സ്വീകരിക്കാനോ വിളിച്ചു വരുത്താനോ നന്നാക്കാനോ ഉപജീവന മാർഗം കൊടുക്കാനോ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അവരെ ഉപദേശിച്ച് നന്നാക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാണ് വേണ്ടത്. ഒരു ചെറിയ ഔൺസ് മദ്യപാനം നടത്തിയതിന്റെ പേരിൽ കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും എത്ര വലിയ പണ്ഡിതനാണ് ആ ശിഷ്യനെന്നറിയുമോ സഹോദരങ്ങളെ? ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന് നല്ല പാണ്ഡിത്യമുള്ളൊരു പണ്ഡിതനാണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഉസ്താദായ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു വലിയാണ്, ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. ആ മഹാനുഭാവനല്ലേ തൊട്ടു ചാരി നിന്ന് ചൊല്ലിക്കൊടുക്കുന്നത്, മോനെ പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശിഷ്യനായ പണ്ഡിതനോട് കലിമ ചൊല്ലാൻ പറയുമ്പോ കുട്ടി പറയുന്നു ലാ ഖൂലു, ഞാനത് പറയൂല. ഇന്നി ബരീഉം മിനൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച ആളാണ്, ഇസ്ലാമിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഇതും പറഞ്ഞിട്ടാണ് ആ പണ്ഡിതനായ ശിഷ്യൻ മരണപ്പെട്ടു പോയത്. നമ്മളെ കഥ എന്താണ് നമ്മൾ ആലോചിക്കണം. ഈ ഫുളൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന വലിയന്റെ അടുത്ത് കിതാബ് ഓതി പഠിച്ച മുതഅല്ലിമായ പണ്ഡിതനായ ഒരു ശിഷ്യനെ പറ്റിയാണ് ഈ പറയുന്നത്. നമുക്ക് ദർസ് നടത്തി തരുന്ന ഉസ്താദുമാർ, ഔലിയാക്കൾ, പ്രധാനികളായ ആളുകൾ ആരെങ്കിലുമാണോ? ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പോലത്തെ തലയെടുപ്പുള്ള മഹാന്മാരാണോ? അകവും പുറവും നോക്കി നന്നാക്കാൻ കഴിവുള്ളവരാണോ? അത്ര കഴിവുള്ള മഹാനെ മുന്നിൽ വെച്ചിട്ട് ഒരു ശിഷ്യൻ ഇങ്ങനെ മരിക്കുമ്പോ കലിമ ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലുന്നില്ല, ഞാൻ അങ്ങനെ പറയൂല, ഞാൻ ഇസ്ലാമിൽ നിന്ന് രാജിയാണ്. വല്ലാത്ത സങ്കടത്തിലാണ് ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ ആ ജനാസ സംസ്കരണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയത്. 40 ദിവസം മഹാനവറുകൾ ആ വിഷയത്തിൽ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. ജമാഅത്തിന് വരിക പോകാന്നല്ലാതെ വേറെ ഒരു സംഗതിക്കും മഹാനവറുകൾക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. മഹാനവറുകളുടെ അടുത്ത് കിതാബ് ഓതി പഠിച്ച് മുതഅല്ലിമീങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് സംശയത്തിന് മറുപടി കൊടുക്കാൻ നല്ല കഴിവും പാണ്ഡിത്യവും ഉള്ളൊരു ശിഷ്യൻ. നമ്മൾ ആലോചിക്കണം, നമ്മളെപ്പോലെയുള്ള മുതഅല്ലിമീങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, പ്രാഗൽഭ്യമുള്ളൊരു പണ്ഡിതനെ പറ്റിയാണ് ഈ പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈമാനെ പറ്റി ആലോചിക്കേണ്ടത്. അല്ലാഹു നമ്മളെ ഈമാൻ സലാമത്താക്കട്ടെ, അല്ലാഹു നമ്മളെ ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ 40 ദിവസം കഴിഞ്ഞിട്ട് ഈ ശിഷ്യനെ കണ്ടു എന്ന് ചരിത്രത്തിൽ പറയുന്നു. സ്വപ്നത്തിൽ കണ്ടു. കണ്ടത് എങ്ങനെയാണ്? നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന രൂപ കണ്ടത്. നരകത്തിലേക്ക് അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ഉസ്താദ് ചോദിച്ചു, യാ മിസ്കീൻ വൈഹക യാ മിസ്കീൻ ബിമ നുസിഅത മിൻകൽ മഅരിഫ. സാധുവായ മനുഷ്യ,
വലിയ അറിവല്ല നിനക്ക് തന്നിരുന്നില്ലേ? ആ അറിവ് മുഴുവനും നിന്റെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? ആത്മജ്ഞാനം ഉണ്ടായിരുന്നല്ലോ നിന്റെ മനസ്സിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമുണ്ടായിരുന്നല്ലോ, ആഖിറത്തെ കുറിച്ചുള്ള ബോധ്യമുണ്ടായിരുന്നല്ലോ, കലിമത്തു തൗഹീദിനെ കുറിച്ചുള്ള വിവരമുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഒറ്റയടിക്ക് അങ്ങ് തീർന്നുപോയത് എങ്ങനെയാണ്? നിന്നിൽ നിന്ന് മുഴുവനും അങ്ങ് ഊരിയെടുക്കപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? മഹാനവറുകളോട് ശിഷ്യൻ പറയുന്നു, ബിതലാസതി അശിയാ, 3 കാരണങ്ങളെ കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ആ കാരണങ്ങളെ വിഷയത്തിൽ പേടിക്കണം. ഓരോരുത്തരും അതിൽ നന്നായി ചിന്തിക്കണം. നമ്മളെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി തന്ന ഹിദായത്തില്ലേ, ഈമാനില്ലേ, അതിന്റെ വെളിച്ചം കെട്ടുപോകാൻ, അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാൻ 3 കൂടെ വേണമെന്നില്ല. 3 ഡേഞ്ചർ വിഷയങ്ങൾ തന്നെയാണ്. ഒന്നാമതായി പറയുന്നത്, വർഷത്തിൽ ഒരിക്കൽ മാത്രം, 2ാമത്തെ തവണയില്ല. എന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ളൊരു രഹസ്യ രോഗത്തിന് വേണ്ടി വൈദ്യന്റെ നിർദ്ദേശപ്രകാരം വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു മദ്യപാനം നടത്താറുണ്ടായിരുന്നു. ലഹരി ബാധിക്കുന്ന രൂപത്തിലല്ല, എന്റെ രോഗത്തിന് മരുന്നായി നിർദ്ദേശിക്കപ്പെട്ടതുകൊണ്ട് ആശ്വാസം കിട്ടാന് 1 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ നജസായ പാനീയം നാവിലൂടെ തായോട്ടൊഴുകിയപ്പോ കലിമ ചൊല്ലുന്നതിന് പകരം ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയില്ലേ? എന്റെ ശബ്ദം ജപിക്കുന്ന മാന്യ മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, ലഹരി വേണ്ട, മദ്യം വേണ്ട, മയക്ക് വസ്തുക്കളൊന്നും വേണ്ട, ഒരു മയക്ക് പൊടിയും വേണ്ട, ആശ്വാസത്തിന് വേണ്ടിയും വേണ്ട. ഏറ്റവും വലിയ ആശ്വാസം കിട്ടേണ്ട പാരത്രിക ലോകത്ത് ഈമാനില്ലാതെ നമ്മളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ പിന്നെന്ത് ആശ്വാസമാണ്? ബാപ്പ വന്ന് കൈപിടിക്കുമോ? ഉമ്മ വന്ന് കൈപിടിക്കുമോ? ഉസ്താദ് വന്ന് രക്ഷപ്പെടുത്തുമോ? സയ്യിദ് വന്ന് നമുക്ക് ദുആ ചെയ്തിട്ട് രക്ഷപ്പെടുത്തുമോ? ഈമാനങ്ങ് തകർന്നു പോയാൽ ഒരാളും നമുക്ക് ശഫാഅത്ത് ചെയ്യൂല. രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടി വൈദ്യന്റെ നിർദ്ദേശപ്രകാരം വർഷത്തിൽ 1 തവണ മാത്രം ഉപയോഗിച്ച മദ്യപാനം. പണിക്കൊക്കെ പോകുമ്പോ, ടൂറിനൊക്കെ പോകുമ്പോ, ആഘോഷങ്ങളൊക്കെ വരുമ്പോ, കല്യാണങ്ങളൊക്കെ വരുമ്പോ എത്രയാണ് സഹോദരങ്ങളെ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും, മുമ്പൊക്കെ ആണുങ്ങൾ മാത്രമേ, ആണും പെണ്ണും ഈ വിഷയത്തിൽ സജീവമായി പങ്കെടുത്തുപോയി. മുമ്പൊക്കെ പെണ്ണുങ്ങൾക്ക് ഈ വിഷയത്തിൽ കേസില്ലേ, അവരിതിലൊന്നും കുടുങ്ങാറില്ലായിരുന്നു, നല്ലവരായി ജീവിക്കുന്നവരായിരുന്നു. അവരും ഇതിന് മെമ്പർഷിപ്പ് എടുത്തോടുകൂടി ഇതിന്റെ വ്യാപനത്തിന്റെ തോത് ആലോചിച്ചുകൊണ്ട് പേടിയിലായി പോകാൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സമൂഹത്തിലെ മൊത്തം യുവതി യുവാക്കൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിന് പണം കണ്ടെത്താനുള്ള മാർഗങ്ങളും രൂപങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത പേടിയാണ്. സ്വന്തം ശരീരം വിറ്റിട്ട് പണം കണ്ടെത്തുക, മദ്യാസക്തിക്ക് വേണ്ടി, മയക്കുമരുന്നിന് വേണ്ടി ആണും പെണ്ണും ചെയ്യുന്ന സ്വഭാവമാണ്. ശരീരം വിൽപ്പന നടത്തുക, എന്നിട്ട് സ്വീകരിക്കുക, എന്നിട്ട് ആ കിട്ടിയത് കൊണ്ട് വീണ്ടും ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോവുക. എത്രയാ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൽ വരെ, ഉംറ നിർവഹിച്ച റമദാനിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ വിമാനം താഴെ ഇറങ്ങുന്നവരെ എനിക്ക് പേടിയെന്ന് ഞാൻ ദ്വാരക്കെന്ന് ഇസ്തിഗ്ഫാറും ചൊല്ലിയിട്ട്. കാരണം തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ നല്ല മുസ്ലിം പേരുള്ള അയാളെ വാസനിച്ചിട്ട് അയാളിങ്ങനെ കണ്ണ് തെളിയുന്നതിന്റെ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അയാളെ അടുത്തേക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു എന്ന് കണ്ടപ്പോഴേക്കാൾ ഓടിക്കളഞ്ഞു. അയാൾ പിടുത്തം തന്നാ കുടുങ്ങുമെന്ന് പേടിച്ചിട്ട് അയാൾ പെട്ടെന്ന് ലഗേജ് എടുത്ത് പെട്ടെന്ന് കഴിച്ചിലേക്ക്.
ഒന്ന് പരിചയപ്പെട്ടിട്ട് ആളൊന്ന് ഉപദേശിക്കണം എന്ന് കരുതിയിട്ടൊന്ന് പോയതാണ്. അല്ല അടിച്ചു തയ്യാറാക്കാൻ പറ്റൂലല്ലോ. ഒന്ന് ചെറിയ കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കാൻ പറ്റിയാലെന്ന് കരുതിയിട്ട് പോയതാണ്. അയാൾ എന്നെയാണോ പേടിക്കേണ്ടത്? പഠിച്ച റബ്ബിനല്ലേ അയാൾ പേടിക്കുന്നത്? എവിടെയാണ് ഇപ്പൊ അയാൾ യാത്ര ചെയ്ത് വന്നത്? ഭൂമിയിലും ആകാശത്തിലും അല്ലാത്ത രൂപത്തിലല്ലേ അല്ലാഹു തആല യാത്ര കൊടുത്തത്? ഒന്ന് ചിന്തിക്കണ്ടേ മനുഷ്യൻ? ഒന്ന് ആലോചിക്കണ്ടേ? അതും റമദാനിലല്ലേ സഹോദരൻ? പല കുടിയന്മാരും കുടിയൊക്കെ നിർത്തി നന്നാകുന്നൊരു കാലല്ലേ റമദാൻ. അപ്പോഴും നന്നാകൂല എന്ന് പറഞ്ഞാൽ പിന്നെപ്പോഴാ ചാൻസ് ഉള്ളത്? നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടുന്നവരിൽ മദ്യപാനികളെയും ലഹരിക്കാരെയും ഒക്കെ എണ്ണിപ്പറയുമ്പോ നമ്മൾ ശരിക്കും ആലോചിക്കണം. നമ്മുടെ മക്കളിലോ പേരമക്കളിലോ അത്തരം ദുസ്വഭാവങ്ങൾ ദൃശ്യമായാലോ, മറ്റുള്ളവർ നമുക്ക് സൂചന തന്നാലോ, നല്ലോണം അധ്വാനിച്ചവരെ മനസ്സ് കീഴ്പ്പെടുത്തിയിട്ട് ഉപദേശിച്ച് കൂടെ കൊണ്ട് നടന്ന് ആ ദുർമാർഗത്തിൽ നിന്നവരെ മാറ്റിയേക്കണേ. ബാപ്പ ഇതിന് അനുകൂലമായിരുന്നു എന്ന് നാളെ ആഖിറത്തില് നമ്മളെ മക്കള് നമ്മളെ പറ്റി പറഞ്ഞാൽ പാലം കടക്കാൻ പറ്റുമോ? എന്റെ ഉമ്മാക്കറിയുമായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ലഹരിയെ പറ്റി. ഉമ്മ എനിക്ക് കൂടെ 100 രൂപ തന്നിരുന്നു എന്ന് പറഞ്ഞാല് ഉമ്മാ ഇബാദത്തിന്റെ പട്ടികയും കൊണ്ടങ്ങ് നടന്നു നീങ്ങാൻ പറ്റുമോ? ശരിക്കും നമ്മൾ ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. നമ്മൾ അതിന് കാരണക്കാരായിട്ടും സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടും മാറിയേക്കരുത്. പലരും അങ്ങനെയുണ്ട്. എന്റെ വാപ്പക്കും എന്റെ ഉമ്മക്കും ഇതൊരു വിഷയമല്ല. എന്താ കാരണം? ഒരുപക്ഷെ അവരും ചിന്തിക്കുന്നത് നമ്മളും സ്വകാര്യമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോ നമ്മളെ മക്കളെ മാത്രം എന്തിനാണ് വിലക്കുന്നത്? അതൊക്കെ ദുനിയാവിലൊരു ആസ്വാദനമല്ലേ? അതൊക്കെ ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാറില്ലേ? അങ്ങനെ അതിന് സപ്പോർട്ടും സംവിധാനവും സമ്മതവും കൊടുക്കുമ്പോ നമ്മൾ അവർക്ക് ഹലാലാക്കി കൊടുത്തു എന്നൊരു പരിവേഷം വന്നാൽ, നമ്മളെ ചിന്തയിലും അത് ഹലാലായിരുന്നു എന്ന് വന്നാൽ, അല്ലാഹു ഹറാമാക്കിയ ഏതെങ്കിലും ഒരു കാര്യം അതിന് ഹലാലിന്റെ ചിത്രീകരണം വന്നാല് ആള് മുർത്തദ്ദായി പോയി. മുർത്തദ്ദായ ആള് സ്വർഗത്തിലെത്തൂല, നരകത്തിലാ. നിങ്ങൾ ആരെങ്കിലും ദീനിൽ നിന്ന് മുർത്തദ്ദായി പോയാൽ പിന്നെ അവന് കടക്കാനുള്ള ലോകം നരകലോകമാണ്. നരകത്തിൽ കാലകാലം കഴിയുന്നവനാണ് മുർത്തദ്ദുകള്. അതുകൊണ്ട് ആ രൂപഭാവങ്ങൾ സ്വീകരിച്ചേക്കരുത്. നാട്ടിൽ പലരും ഒരു അനാവശ്യത്തിന്റെ പിന്നിലുണ്ടെങ്കിൽ നമുക്ക് എന്താണത് ചെയ്താൽ എന്ന് ചിന്തിച്ചു പോകരുത്. അല്ലാഹു ഹറാമാക്കിയതാണോ? നാട്ടിൽ ഒരാൾ മാത്രമാണോ വിട്ടു നിൽക്കുന്നത്? ഒരുപക്ഷേ 1000-ൽപ്പെട്ട ഒരാള് അയാളായിരിക്കാം. അതുകൊണ്ട് നല്ലോണം ആലോചിക്കണം. നല്ലോണം നിസ്കരിക്കുന്ന, നോമ്പ് നിൽക്കുന്ന വാപ്പാരും ഉമ്മാരും മക്കളൊക്കെ ഈ രൂപത്തിൽ വഴികെട്ടു പോകുമ്പോ പിന്നെ സഹോദരങ്ങളെ, ബാക്കിയുള്ളവരെ കഥകൾ എന്താ പറയാനുള്ളത്? നല്ലോണം നിസ്കരിക്കുന്ന, നോമ്പോൽക്കുന്ന വാപ്പാന്റെയും ഉമ്മാന്റെയും ഒരു മകൻ ഇങ്ങനെ വിട്ടുപോയ പെങ്ങളെ മകൻ എങ്ങനെ അങ്ങനെ ആയിപ്പോയത്? എന്നോട് നേരത്തെ ഒരു സൂചന തന്നിരുന്നു. ടീച്ചർ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് അവന്റെ സംസാരം ലെവലൊക്കെ കണ്ടിട്ട്. അപ്പൊ ഞാനത് പറ്റങ്ങോട്ട് അവഗണിച്ചേ. അങ്ങനെ ഒന്നും ഉണ്ടാകൂല എന്ന് പറഞ്ഞു. ഇപ്പൊ മാറ്റാൻ പറ്റാത്ത രൂപത്തിലായി പോയി. ഇപ്പൊ അവൻ മെന്റൽ ഹോസ്പിറ്റലിലാണുള്ളത് എന്നൊരു ബാപ്പ, സ്വാലിഹായ ഒരു ബാപ്പ സങ്കടം പറയുമ്പോ ആര് സൂചന തന്നാലും അവഗണിച്ചേക്കരുത്. പെട്ടെന്ന് തന്നെ പിടിച്ച് ശിക്ഷിച്ചിട്ട് അകത്തിടാനല്ല പറഞ്ഞത്. നല്ലോണം സൂക്ഷിച്ച് നിയന്ത്രിച്ച് ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കി അവരെ മനസ്സ് ക്ലിയർ ആക്കണം. അത്രയും ഗുരുതരമായ സംഗതിയാണ്. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കുടുംബത്തിനൊരു വിലയുണ്ടാവില്ല. നേർക്ക് നേരെ എതിർത്താൽ കഴുത്തങ്ങോട്ട് വെട്ടു. അങ്ങനെ കഴുത്ത് വെട്ടിയിട്ട് മരണപ്പെട്ടു പോയവരിൽ, ലഹരി ബാധിച്ചുകൊണ്ട് ലഹരിക്ക് അനുകൂലം നിൽക്കാത്തത് കൊണ്ട് മരണപ്പെട്ടവരിൽ ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, വല്ലിപ്പയുണ്ട്, ഭാര്യയുണ്ട്, ചെറിയ മക്കളുണ്ട്. എല്ലാരും വന്നു. ഞാൻ ചിത്രത്തിൽ വരാൻ ആരുമില്ല. അയൽവാസിയും കൂട്ടുകാരനും അടക്കം വെട്ടിയിട്ടുണ്ട്.
അങ്ങനത്തെ ഒരു പൈശാചിക പ്രേരണയുള്ള ഒരു സംഗതിയാണിത്. മനുഷ്യനെ പിശാചാക്കുന്ന സംഗതിയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംറിന് വെച്ച പേരെന്താണ്? ഉമ്മുൽ ഖബായിസ്. ഖംറിന് വെച്ച പേരെന്താ? തങ്ങൾ ഉമ്മുൽ ഖബായിസ്, വൃത്തികേടുകളുടെ അനാവശ്യങ്ങളുടെ മാതാവ് എന്നാണ് അതിന് പേര് വെച്ചത്. ഇതുണ്ടെങ്കിൽ എല്ലാ അനാവശ്യങ്ങളും കൂടെ വരും. വിചാരം വരും, കൊലപാതകം വരും, മോഷണം വരും, ബഹുമാനക്കേട് വരും, വെറുപ്പിക്കൽ വരും, കൊന്നുകളയൽ വരും, പരദൂഷണം വരും, കളവ് പറയൽ വരും, എല്ലാം വരും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അതിന് ഉമ്മുൽ ഖബായിദ് എന്ന് പേര് വെച്ചത്. അത് ചെറിയൊരു ദുരന്തമല്ല. മുദ്മിനുൽ ഖംറിനെയും കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ പറയുന്നു, രണ്ടാമത്തെ സംഗതി എന്താണെന്നറിയോ ഉസ്താദേ? എനിക്ക് എന്റെ നിങ്ങളെ ശിഷ്യന്മാർക്കും എനിക്കും ഇടയിൽ വല്ലാത്തൊരു രോഗമുണ്ടായിരുന്നു. അത് ഹസദ് എന്ന രോഗമാണ്. ആരും എന്നെ പോലെ വളരരുത്, ഉസ്താദിന്റെ അടുക്കൽ എന്നെ പോലെ സ്ഥാനമുള്ള ആളാകരുത് എന്ന നിലക്കായിരുന്നു എന്റെ കാഴ്ചപ്പാടും സമീപനവും. അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലാഹു തആല ഉയർച്ച കൊടുക്കുമ്പോ എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ നിഷേധിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു, ഞാനത് എതിർക്കുന്ന ആളായിരുന്നു. ഹസദ് എന്ന രോഗം ഈമാന് പോക്കുന്ന രോഗമാണ്. മനുഷ്യകുലത്തിൽ ആദ്യമുണ്ടായ രോഗമാണല്ലോ ഹസദ്. കാവല് ചോദിക്കാൻ പറഞ്ഞ കെടുതിയാണല്ലോ ഹസദിന്റെ കെടുതി. എത്ര മാനസിക രോഗങ്ങളുണ്ട് അല്ലാഹ് കാവല് ചോദിക്കാൻ പറഞ്ഞത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എത്ര രോഗങ്ങളുണ്ട് മനസ്സിന്. എന്തേ ഈ രോഗത്തിൽ നിന്ന് മാത്രം ഒരു കാവല് ചോദിക്കുന്നത്? അതത്രയും കടുപ്പമുള്ള രോഗമാണ്. കുല്ലുൽ അദാവതിക തുർജായി സാലത്തുഹാ ഇല്ലാ അദാവതു മൻ അദാക ബിൽ ഹസദി. ഏത് ശത്രുതയും നീക്കപ്പെട്ടു പോയേക്കാം, ഏത് എതിർപ്പും നീങ്ങിപ്പോയേക്കാം. ഹസദ് കൊണ്ട് നിന്നോട് ഏതാരെങ്കിലും എതിർപ്പ് വെച്ചോ അത് നീക്കാൻ കഴിയൂല. അത് നീക്കാൻ ലോകത്ത് കഴിയൂല. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെതിരെ ആ നാട്ടുകാരനായ ഒരു പണ്ഡിതൻ ഹസദ് വെച്ചിട്ട് ദ്വാരക്കുമായിരുന്നു. സദസ്സിൽ വെച്ച് ജനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്താ ദ്വാന്നറിയോ? ഷാഫി ഇമാമു തങ്ങളെ പെട്ടെന്ന് നീ മരിപ്പിക്കണേ അല്ലാഹ്. എങ്ങനെയുണ്ട് ഹസദിന്റെ മൂർച്ച? ഷാഫി ഇമാമു തങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമൊക്കെ പോയി പോകും. മാലിക് ഇമാമിന്റെ ഇൽമോടെ പോകാനാണ്. ആ മാലിക് ഇമാമിന്റെ 10-16 കൊല്ലത്തെ ശിഷ്യനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പിന്നെ ഇൽമങ്ങനെ പോകാനാണ്. ഹസദ് മൂത്തിട്ടാണത്. ഹസദുൽ ഫതാഇദ് ലം യനാലു സഅയഹു ഫൽകുല്ലു അദാഉ ലഹു വഖുസൂമു. ഒരു പണ്ഡിതനോടും ഹസദ് വേണ്ട, ഒരു സയ്യിദിനോടും ഹസദ് വേണ്ട. പണ്ഡിതനോടോ സയ്യിദിനോടോ ഹസദ് വെച്ചിട്ട് ഉയരുന്നു തോന്നുന്നുണ്ടോ? ഉയരാൻ കഴിയൂല. എന്താണ് മഹാന്മാർ അതിന് ഉദാഹരണം പറഞ്ഞത്? ഒരാൾ അങ്ങനെ ഹസദ് വെച്ചാൽ അയാളെ സ്വഭാവത്തെ പറ്റി പറഞ്ഞ എന്താണ്? ഒരാളെ അല്ലാഹു തആല ഇൽമു കൊണ്ട് ഉയർത്തിയ, അമല് കൊണ്ട് ഉയർത്തിയ, സമ്പത്ത് കൊണ്ട് ഉയർത്തിയ. സമ്പത്ത് കൊണ്ട് ഉയർത്തി എന്നാൽ ആ സമ്പത്ത് നല്ലൽക്ക് ഉണ്ടാക്കി, നല്ലൽക്ക് ചെലവഴിച്ചു. അങ്ങനത്തെ ആരോടെങ്കിലും ഹസദ് വെച്ചാല് അയാളെ പറ്റി മഹാന്മാർ ഉദാഹരണം വന്ന് കൽബുന്നൊരു നായയെ പോലെയാണ്. ആ നായ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ നടക്കുമ്പോ നല്ല ഒരു സ്ഫടിക സമാനമായ ഒരു ചില്ലിലോ മറ്റോ ആ നായന്റെ പ്രതിരൂപങ്ങൾ. ആരപ്പ എനിക്കെതിരായ ഒരു നായ അവിടെ നിർത്തിയിട്ട് ഈ ചില്ല് പൊട്ടിച്ച് ആ ഉള്ളിൽ നിന്ന് ആ നായനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ നായ വല്ലാത്ത ശ്രമം നടത്തുകയാണ്. എന്താ ഉണ്ടാകുക? ഇതിന്റെ മുഖവും ഇതിന്റെ അവയവങ്ങളൊക്കെ പൊട്ടിപ്പോകും, അല്ലേ? മുറിയായി പോകും. ഇതേ രൂപം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഉയരാൻ കഴിയൂല. ആള് തകർന്നു പോകും.
ഈ നായന്റെ നിയല് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഈ പളുങ്കിലേക്ക് നോക്കിയിട്ട് ഇവിടെ ആരാ എന്നെ എതിർക്കാൻ വേണ്ടി വന്നൊരു നായാന്ന് കരുതിയിട്ട് ആ പളുങ്ക് തകർത്ത് അതിന്റെ നാവ് കൊണ്ട് അതിന്റെ മുഖം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി റെഡിയാക്കി പൊട്ടിക്കുമ്പോ ഇവിടുന്ന് ചോര വരികയാണ്. അപ്പുറത്ത് നോക്കുമ്പോ നായനെ കാണാനുമില്ല. ഇതേ രൂപഭാവമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഹസദ് വെച്ച് പോകരുത്. ഈമാന് പോയത് കണ്ടില്ലേ? ഫുളൈൽ ബിൻ ഇയാദ് തങ്ങളുടെ ശിഷ്യന്റെ ഈമാൻ. ശിഷ്യന്മാർ ഉസ്താദിന്റെ മുന്നിൽ വന്നിട്ട് വലിയ ആളാകുന്ന എനിക്ക് കണ്ടുകൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് ഉസ്താദിനെ പറ്റി, അവരോട് ബാക്കിയുള്ള ആളുകളെ പറ്റിയൊക്കെ വല്ലാത്ത കുറവാകുന്ന രൂപത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് ഉസ്താദേ. അവരോട് എനിക്ക് വലിയ അസൂയയാണ്. മൂന്നാമതായിട്ട് നമീമത്താണ് സ്വഭാവം. ശിഷ്യന്മാർക്കും ഉസ്താദുമാർക്കും ഇടയില് ഉസ്താദിന്റെ അടുത്ത് പോയി പറയുന്നത് ഒന്ന്, ശിഷ്യന്മാരടുത്ത് വന്ന് പറയുന്നത് മറ്റൊന്ന്. ഇവിടെ നിന്ന് അവിടെ പോയി പറയുന്നത് വേറൊന്ന്, അവിടെ നിന്ന് ഇവിടെ വന്ന് പറയുന്നത് വേറൊന്ന്. ഇതൊരു ഫിത്നന്റെ ഫസാദിന്റെ രൂപഭാവം സ്വീകരിച്ചു. ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഇത്രയും കാലം സമ്പാദിച്ച ഇൽമും ഹിക്മത്തും മുഴുവനും എന്റെ മനസ്സിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ടു പോയി. കലിമ ചൊല്ലാൻ പോലും എനിക്കൊരു പിന്തുണ ലഭിച്ചില്ല. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമത്തെ നമ്പറാണ് മുദ്മിനുൽ ഖംർ. നാലാമത്തെ നമ്പർ മാനിഉസ് സക്കാ. നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കുന്ന നാലാമത്തെ നമ്പർ മാനിഉസ് സക്കാ. സക്കാത്ത് കൊടുക്കാത്തവൻ. സക്കാത്ത് കൊടുക്കും, സ്വതക്ക കൊടുക്കും, റിലീഫും കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും. സക്കാത്ത് കൊടുക്കും. കാരണം സക്കാത്ത് കൊടുത്താൽ മൂപ്പരടുത്ത് ഇത്ര ഉണ്ടെന്ന് ആൾക്കാർ അറിഞ്ഞാലോ? അപ്പൊ ആരെയും കടം ചോദിക്കാൻ പോലെ അതുകൊണ്ട് കൊടുക്കണ്ട. സക്കാത്ത് കൊടുക്കും. സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ മുമ്പത്തേക്കാളും ഏറെ ഇപ്പോ കൂടിക്കൂടി വരെ. സംഗതി കുറെ നല്ല നല്ല മനുഷ്യന്മാരൊതുങ്ങിയ കുറെ സാധുക്കളൊക്കെ ഉള്ള മഹല്ലാണെങ്കിലും സക്കാത്ത് നിർബന്ധമായ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാകാതെ ചെറുപ്പക്കാർ അക്കൗണ്ടിൽ വരെ ഇപ്പൊ സക്കാത്തിന് നിർബന്ധം ഉണ്ടാവും. മുമ്പൊന്നും 20 വയസ്സ് 22 വയസ്സായ ചെറുപ്പക്കാർക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. മുമ്പ് ഒരു 10 മുമ്പ് ഉണ്ടാവും. എവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയില്ല. അറിയോ? അറിയില്ല. ഇപ്പൊ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ അക്കൗണ്ട് അല്ലേ? അപ്പൊ ഇപ്പത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോ 22 വയസ്സുകാരന്റെ അക്കൗണ്ടിൽ കേടൊന്നല്ല ഞാൻ പറയുന്നത്. അവന്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ട്? അവന്റെ അക്കൗണ്ടിൽ 50,000 ഉറുപ്പിക ഉണ്ട്. നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒന്നും ശേഖരിച്ചാൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഹൈറായ കാര്യങ്ങൾ ചെയ്യാലോ. തെറ്റുള്ള കാര്യം നല്ലത്. പക്ഷെ ഇത് വർഷം മുറി കൂടുമ്പോ സക്കാത്ത് കൊടുക്കണം. 1 ലക്ഷം 2 ലക്ഷം കൂടെ നിന്നോട്ടെ, സക്കാത്ത് കൊടുക്കണം. ഒരു വർഷമാകുമ്പോ ചുരുങ്ങിയ ശതമാനം 2.5% സക്കാത്ത്. ഇസ്ലാം എത്ര എളുപ്പമാണ്. 40 ആടുകളെ ഒരാൾ പോറ്റി വളർത്തിയിട്ടുണ്ടെങ്കിൽ അയാളോട് കൊടുക്കാൻ പറയുന്ന ഒരു ആടല്ലേ? 35 ആടാണ് ഒരാൾക്കുള്ള. സക്കാത്ത് ഉണ്ടോ? ഇല്ലല്ല. 39 സക്കാത്ത് ഉണ്ടോ? 40 ആടുണ്ടായാൽ ഒരാട്. എത്ര എളുപ്പം. ഒരു 4 ആടിനെ പോലും പറഞ്ഞില്ലല്ലോ. ഒരാട്. രണ്ടാമത്തെ ഒരാട് സക്കാത്ത് നിർബന്ധമായി വരണമെങ്കിൽ 100 ആയാലും ഇല്ല, 110 ആയാലും ഇല്ല, 120 ആയാലും ഇല്ല, 121 ആയാൽ രണ്ടാമത്തെ ആട്. എത്ര എളുപ്പമാണ് അല്ലാഹു തആല കൊടുത്തത്. ചുരുങ്ങിയതല്ലേ അല്ലാഹു തആല. അതന്നെ തടസ്സം നിന്നാൽ ഇത്ര വലിയ ഇതിനേക്കാളും വലിയ ബഖീലാരാ? അല്ല കൊടുക്കാൻ പറഞ്ഞ സക്കാത്ത് കണക്കനുസരിച്ച് കൊടുക്കണം. അപ്പൊ നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടാകും. ആർക്ക്? കാരണവല മോനെ, അളാപ്പാന്റെ മോനെ, മുത്താപ്പാന്റെ മോനെ, സുഹൃത്തിനോ കടം കൊടുത്താണ്. എത്ര കൊടുത്ത്? അവന്റെ ഒരു ആവശ്യത്തിന് കൊടുത്തോളി, കൂലി കിട്ടും. 5 ലക്ഷം കൊടുക്കും. 5 ലക്ഷം കൊടുത്തിട്ട് ഉസ്താദ് അത് കിട്ടിയിട്ടില്ല. എത്ര വർഷമായി? 4 വർഷമായി. അടുത്ത വർഷം കിട്ടും. ഓരോ വർഷം ഇങ്ങനെ കിട്ടും പ്രതീക്ഷ. തരാത്ത ആളൊന്നല്ല. ഞാൻ നിർബന്ധിച്ചു ചോദിക്കല്ല. നിങ്ങൾ നിർബന്ധിച്ചു ചോദിക്കും വേണ്ട. കിട്ടുമ്പോ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുത്താൽ മതി. 5 ലക്ഷത്തിന് പിന്നെ കടം കൊടുക്കണ പരിപാടി തന്നെ വേണ്ടാ നിൽക്കൂലേ? കടം കൊടുത്തില്ല, അതിന്റെ കൂലി വേറെ കിട്ടും. സക്കാത്ത് കൊടുത്തതിന് വേറെ കിട്ടും. കുറഞ്ഞ ശതമാനമല്ലേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എത്ര ചെറിയ സംഖ്യ കൊടുക്കാൻ പറഞ്ഞത്? 1 ലക്ഷത്തിന് 2.5% 2500 അല്ലേ? അത്രല്ലേ ഉള്ളൂ. 5 ലക്ഷം ആകുമ്പോ എത്ര കൊടുക്കേണ്ടി? 10,000 റുപ്യ. 5 ലക്ഷം ഉള്ള ഒരാളോട് ഒരു 10,000 കൊടുക്കാൻ പറഞ്ഞ് ഏറെയാണോ? അതിന്റെ 10-1 കൊടുക്കാൻ പറഞ്ഞോ? ഇല്ല. 20-1 കൊടുക്കാൻ പറഞ്ഞോ? അതുമില്ല. 2% മാത്രം. ഒരു റുബുൽ ഉശ്ർ മാത്രമല്ലേ കൊടുക്കാൻ പറഞ്ഞു. അതിനെന്തിന് എത്ര പിഷ്കണ്? കടം കൊടുത്തിട്ട് കൊടുത്തിന്റെ കൂലി കിട്ടും. നല്ല നിയത്തോടെ ആണെങ്കിൽ
തരുമ്പോ കൊടുത്താൽ മതി സക്കാത്ത്. അല്ലാതെ കൊടുക്കാൻ ഓരോ വർഷം കൊടുക്കാൻ വേറെണ്ടോ? അങ്ങനെ കൊടുത്തിരുന്ന ഓരോ വർഷത്തെ ബാധ്യതയും കഴിയുമല്ലോ. ഒന്നായിട്ട് കിട്ടുമ്പോ പിന്നെ മടിയും പിഷ്കും തോന്നൂലല്ലോ. 1,00,000 കടം കൊടുത്തത്. ആ 1,00,000 5 കൊല്ലം കഴിഞ്ഞിട്ടാ കിട്ടിയതെങ്കിൽ 1 കൊല്ലത്തിന് കൊടുത്താൽ മതി സക്കാത്ത്. 5 കൊല്ലത്തിനുള്ള കൂട്ടി അല്ലാഹ് ഉസ്താദേ, അപ്പൊ കുറച്ച് ഏറായല്ലോ. അത് ഓരോ വർഷത്തിന്റെ കണക്കാ കൂട്ടുന്നത്. ഓരോ വർഷത്തിന്റെയും ഓരോ ലക്ഷത്തിന്റെ കണക്കാ കൂട്ടുന്നത്. സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് അവർ കാഫിരീങ്ങളാണല്ലേ. അല്ലദീന ലാ യുതൂന ബിസ്സക്കാത്തി ഹും ബിൽ ആഖിറതി കാഫിറൂൻ. അവർക്ക് ഈമാനില്ല, അവർക്ക് ശരിക്കും അല്ലാഹു തആല നിയമത്തിന് വിശ്വാസമല്ല. സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. നമ്മളാ ലിസ്റ്റിലുണ്ടാകരുത്. ചുരുങ്ങിയതാണ് അല്ലാഹു നമ്മളെ കയ്യിൽ തന്നത്. ഇഷ്ടം പോലെ സ്വത്തുണ്ടായിട്ട് സക്കാത്ത് കൊടുത്ത മഹാന്മാരുണ്ട്. സ്വഹാബിമാരൊക്കെ അങ്ങനെയാണ്. സക്കാത്തും കൊടുത്തിട്ടുണ്ട്, സ്വതക്കയും കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തൊരു കാലം വന്നിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത്രമാത്രം സക്കാത്ത് മുഅ്മിനീങ്ങൾ കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, കച്ചവടത്തിന്റെ സക്കാത്ത് നോക്ക്. നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ലേ അല്ലാഹ് നിർബന്ധമാക്കിയത്? മാസം മാസം സക്കാത്ത് അല്ലാഹ് നിർബന്ധമാക്കിയോ? ഇല്ലല്ലോ. ആഴ്ചയിൽ സക്കാത്ത് അല്ലാഹ് നിർബന്ധമാക്കിയോ? ഇല്ലല്ലോ. ദിവസങ്ങളിൽ കിട്ടുന്ന വരുമാനത്തിന് സക്കാത്ത് നിർബന്ധമാക്കിയോ? ഇല്ലല്ലോ. വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ലേ നിർബന്ധമാക്കിയത്? കച്ചവടം തുടങ്ങിയത് ശഅബാൻ 1-നാണ്. പിറ്റത്തെ കൊല്ലം റജബ് 30 പൂർത്തിയാകുമ്പോ പീടികയിലുള്ള വസ്തുക്കൾ, വിൽപ്പന വസ്തുക്കളൊക്കെ ഒന്ന് കൂട്ടി നോക്കിയിട്ട് ഈ പറയുന്ന അളവനുസരിച്ച് സക്കാത്ത് കൊടുക്കാനുള്ള തുകക്കുള്ള സ്വത്തുണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കേണ്ടതുള്ളൂ. കൊടുക്കേണ്ടത് പഞ്ചാരയും കാപ്പിയും കാപ്പിപ്പൊടിയും ചായപ്പൊടിയും അല്ല. കൊടുക്കേണ്ടത് വിലയാണ് കൊടുക്കേണ്ടത്. ജ്വല്ലറി നടത്തുന്ന ആള് കൊടുക്കേണ്ടത് സ്വർണമല്ല, കൊടുക്കേണ്ടത് വിലയാണ്. ആ ജ്വല്ലറിയിലുള്ളതൊക്കെ വിൽപ്പന വസ്തുക്കളാണ്. ആ വളയും അവിടെ കൊണ്ടുവന്ന് വെച്ച ആഭരണങ്ങളൊക്കെ വിൽക്കാനുള്ളതല്ലേ, അതിന്റെ കണക്ക് കൂട്ടിയിട്ട് റേറ്റ് കൂട്ടിയിട്ട് അപ്പൊ ആൾക്കാർ 2% കൊടുക്കാണ്ടായിക്കോട്ടെ കൊണ്ടല്ലേ ജ്വല്ലറി എടുത്താൻ കഴിയും. അങ്ങനെ ഓരോ കച്ചവടക്കാരും കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സമൂഹത്തിൽ എത്ര രക്ഷപ്പെടുത്താൻ കഴിയും. ആ ഒരു മാർഗം തടയരുത്. 5ാമത്തെ മെമ്പർ എണ്ണുന്നു, അതിലും നമ്മൾ ഉണ്ടാകരുത്. വാക്കിലുദ്ദിബാ, പലിശ ഭക്ഷിക്കുന്നവനാ. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. ആരെയും ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി 4 സെന്റ് 5 സെന്റ് ഹൈവേയുടെ ഭാഗത്തോ മറ്റോ ഭാഗത്തോ ഒന്ന് വിൽപ്പന നടത്തും. അങ്ങനെ ഒരു 40 ലക്ഷം കിട്ടും. അതുകൊണ്ട് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഓരോ വർഷവും അതിൽ നിന്നുള്ള വിഹിതം ഇങ്ങോട്ട് വാങ്ങും. അതിന് സക്കാത്ത് കൊടുക്കാന്. ഏതാ വിഹിതം? പലിശ വിഹിതം വാങ്ങാണ് സക്കാത്ത് കൊടുക്കാന്. പിന്നെയോ നോമ്പ് തുറക്ക്, പിന്നെയോ കല്യാണത്തിന്, സൽക്കാരത്തിന്. നഊദു ബില്ലാഹ്. സുഹൃതങ്ങൾക്ക് മുഴുവനും ഇത് ചെലവാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ആർക്കും ഉടമസ്ഥാവകാശമില്ലാത്ത സ്വത്തിലാണോ നമ്മൾ കൂലി പ്രതീക്ഷിക്കുന്നത്? അതിലാണോ ആഖിറം പ്രതീക്ഷിക്കുന്നത്? അനങ്ങിയാൽ പലിശയാണ്. നമ്മൾ നല്ലോണം സൂക്ഷിക്കേണ്ടതാണ്. ക്ഷമ വേണം, കഠിനാധ്വാനം വേണം. പതുക്കെ പതുക്കെ കാര്യങ്ങൾ നിർവഹിക്കണം. 4 കുട്ടികൾ 3 കുട്ടികളാകുമ്പോഴേക്കിന് ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ വീട് കെട്ടിയിട്ട് ആ വീട്ടിൽ 1 കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ താമസിക്കണം. അങ്ങനെ നിർബന്ധം ഇസ്ലാമിലുണ്ടാ? ഇല്ലല്ല. അങ്ങനെ തോന്നിപ്പോ ആൾക്കാർ പ്രവർത്തനം കണ്ടില്ല. ഘട്ടം ഘട്ടമായിട്ട് നല്ല ഹലാല ജോലി എടുത്തു. അങ്ങനെ 5 കൊല്ലം കൊണ്ട് കുറച്ച് ലാൻഡ് വാങ്ങി നല്ല പുരയെടുക്കാൻ പറ്റും. അങ്ങനെ 1 കൊല്ലം അയാൾ ജോലി എടുത്ത് കുറച്ചങ്ങനെ സൂക്ഷിച്ചു വെച്ച് തറക്കുള്ള കല്ല് വാങ്ങി തറയിട്ട്. പിന്നെ 2-3 കൊല്ലം അങ്ങനെ കാത്തു നിന്ന് കുറച്ചൊക്കെ ആളുകളോട് കടങ്ങും വാങ്ങിയിട്ട് നല്ലൊരു പുരയെടുത്തു. 1-2 കൊല്ലം കൊണ്ട് കടങ്ങളൊക്കെ വീട്ടി. അങ്ങനെ പോരെ? ബുദ്ധിമുട്ടുണ്ടാ? അങ്ങനെ ചെയ്താൽ പാകത്തിന് ചെയ്താൽ പോലെ അല്ലാഹു തആല ബർക്കത്ത് തരും. അക്രമമായിട്ട് അതിക്രമമായിട്ടൊന്നും സ്വീകരിക്കാതിരുന്നതിലൊക്കെ ബർക്കത്ത് തരും. അല്ലാഹു നമുക്ക് ബർക്കത്ത് തരട്ടെ. ഞാൻ ഹദീസ് വായിക്കട്ടെ. വല്ലദീ യുതല്ലിഖു വയുംസികു
ത്വലാഖ് ചൊല്ലിയിട്ട് ഭാര്യനെയും കൊണ്ട് കൂടെ എങ്ങനെ ജീവിക്കുക. 3 ത്വലാഖും ചൊല്ലിയിട്ടുണ്ട്. ഉസ്താദിനോട് ഒന്ന് ചോദിച്ചു, ഉസ്താദെ 3 ത്വലാഖും ഞാൻ എന്റെ ഭാര്യനെ ചൊല്ലിപ്പോയി, നിങ്ങൾ കാര്യത്തിലാണോ ചൊല്ലിയ? കാര്യത്തിൽ തന്നെയാണ്. കാര്യത്തിൽ പറഞ്ഞാലും കളിയിൽ പറഞ്ഞാലും ഒക്കെ കാര്യമാണല്ലോ ത്വലാഖ് എന്ന് പറഞ്ഞാല്. എങ്ങനെയാലും കാര്യം മാത്രമേ ശിഷ്ടം കിട്ടൂ. കളിയിലാ പറഞ്ഞെങ്കിലും കാര്യത്തിലാ പറഞ്ഞെങ്കിലും കാര്യമാണ് ഫലമുള്ളത്. ഞാൻ 3 ത്വലാഖും ചൊല്ലി ശരിയാണ്. ഇനി എന്താണ് മാർഗം? ഇനി നല്ലൊരു മാർഗമുണ്ട്, നിങ്ങൾക്കുള്ള ശിക്ഷയാണ്. എന്താണ് ഉസ്താദേ മാർഗം? ഇപ്പൊ ത്വലാഖ് കഴിഞ്ഞ ഇദ്ദ കഴിഞ്ഞിട്ട് അതാ മറ്റൊരാൾ ഈ പെണ്ണിനെ വിവാഹം ചെയ്യണം. വിവാഹം ചെയ്താൽ മാത്രം പോരാ, ഈ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. ശരിയായ രൂപത്തിൽ തന്നെ ബന്ധം നടക്കണം. ബന്ധം നടന്നിട്ട് മറ്റാളെ നിർബന്ധിക്കരുത്. അയാളെ രൂപത്തിൽ അയാൾ ത്വലാഖ് ചൊല്ലിയിട്ട് ഒഴിവാക്കി പോണം. ആ ത്വലാഖ് കഴിഞ്ഞിട്ട് ഇദ്ദ കഴിയണം. ഇദ്ദ കഴിഞ്ഞിട്ട് പുതിയ മഹറും കൊടുത്ത് നിക്കാഹ് ചെയ്യണം. എന്നിട്ട് ഇണയാക്കി സ്വീകരിക്കണം. അങ്ങനൊക്കെ കൂടി ഉസ്താദേ, ഇതാരും അറിയാതെ കൂട്ടിക്കൊണ്ടാ പോലെ. ആരറിയാതെ കൂട്ടിക്കൊണ്ടുവന്നാ പറഞ്ഞേ. നാട്ടിൽ എത്രയോ ഉണ്ട് ത്വലാഖ് ചൊല്ലിയ പെണ്ണുങ്ങളായിട്ട് കൂടുന്നു. തലാഖ് ചൊല്ലിയിട്ട് പിന്നെ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുക നരകത്തിൽ പോകുന്ന പണിയാണ്. ചെറിയ പണിയാണ്, ചെറിയ കാര്യം. ആൾക്കാർ നാട്ടുകാരും എതിർത്തില്ലാന്ന് വരും. പിന്നെന്താ കാര്യം? നാട്ടുകാരും എതിർക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണോ നോട്ടം നോക്കണ്ടി? ഒരു പക്ഷേ സമ്പത്ത് നല്ലോണം ഉള്ളതുകൊണ്ട് അതിലൂടെ ഉണ്ടായ കുട്ടികളെയും ആരും കെട്ടിക്കൊണ്ടേന്നും വരാം. പക്ഷെ അതൊന്നും രക്ഷപ്പെട്ടു എന്നുള്ള തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ആ മനുഷ്യനെയും നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടും. 6ാമത്തെ നമ്പർ വല്ലദീ യഹ്കുമു ബിൽ ജൗരി, അക്രമം കൊണ്ട് വിധി നടത്തുന്ന ആള്. എന്ത് വിഷയം തീരുമാനിക്കുമ്പോൾ അക്രമമുണ്ട്, ഒരു ചതിയുണ്ട്. ആ അക്രമം കൊണ്ട് തീരുമാനം പറയുന്ന ആളും നരകത്തിലേക്കാണ്. വൽ മാശീ ബിന്നമീമ, നമീമത്തുമായിട്ട് ജീവിക്കുന്ന ആളില്ലേ, മുസ്ലിമിന് തൊടാൻ പറ്റാത്ത സ്വഭാവങ്ങൾ, ദുസ്വഭാവമാണത്. കാദിബീങ്ങളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഫലാ തുതീൽ മുകദ്ദിബീൻ. കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആളുകളോട് നിങ്ങൾ വഴിപ്പെടരുത്. അവരുടെ സ്വഭാവങ്ങളാണ് പിന്നെ എണ്ണിയത്. ഹമ്മാസിൻ മശാഇൻ ബിനമീം, അവിടെയും ഇവിടെയും ഫിത്ന ഉണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, കുഴപ്പങ്ങൾ പറയാ, എന്നിട്ട് ചിരിക്കുക. ആ കുഴപ്പത്തിന് വേണ്ടി തന്നെ ഒരു സമയം ചെലവഴിക്കുക. ഫിത്നയും ഫസാദുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരത്തിനാ നമീമത്ത് എന്ന് പറയുന്നത്. ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ. അതേ അടുത്ത നമ്പർ ഷാഹിദുസ്സൂർ. 8ാമൻ ആരാന്നറിയോ? ഷാഹിദുസ്സൂറാണ്. അനാവശ്യ സാക്ഷിയില്ലേ, വ്യാജനായ സാക്ഷിയില്ലേ. എന്തിനൊക്കെയാണ് ആളുകൾ സാക്ഷി നിൽക്കുന്നത്? എന്തിനാ സാക്ഷി നിൽക്കുന്നത്? ഒരു മോശപ്പെട്ട ആളെ ശിക്ഷിക്കാൻ കൊണ്ടുപോയപ്പോ അയാള് നല്ല ആളാണ് എന്നുള്ളതിന് സാക്ഷി നിൽക്കുക. എന്താ കാര്യം? അക്കൗണ്ടിലേക്ക് 10,000 വരും. സാക്ഷി വേറൊരാളാണ് കുറ്റകൃത്യം, ഇയാൾ അങ്ങനെ ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് മാറിപ്പോയതാണ്. ഒരു 4 നമ്പർ അടിച്ചു കൊടുത്താൽ മതി, കാശ് വരും. എന്തെല്ലാമാണ് ആൾക്കാർ സാക്ഷി നിൽക്കുന്നത്? എന്തിനൊക്കെയാണ് സാക്ഷി നിൽക്കുന്നത്? അത് ഇയാളെ സ്ഥലമാണ്, അയാളെ സ്ഥലമല്ലാന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഓരി പറയുന്നോക്കണ്ട് ഇയാളെ സ്ഥലമാണ്, ഞങ്ങളൊക്കെയാണ് സാക്ഷി എഴുതിക്കൊള്ളി രേഖപ്പെടുത്തി. ആരെ സ്ഥലം എന്നില്ല? ഇയാളുടെ സ്ഥലമാണോ അത്? അല്ല. അയാളുടെ ഉപ്പയിൽ നിന്ന് അനന്തരം കിട്ടിയ സ്ഥലമാണോ? അതുമല്ല. അയാൾ കീഴ്പ്പെടുത്തിയ സ്ഥലമാണ്. എന്നിട്ട് അവകാശ സ്ഥലമായിട്ട് സാക്ഷി നിന്ന് കൊടുത്തു. സാക്ഷികൾ വേണമല്ലോ ഒപ്പിടാനായാലും. ഞാൻ ആ പരമ്പര എണ്ണുന്നില്ല, അങ്ങനെ ഒരുപാടുണ്ട്. തിന്മക്ക് വേണ്ടിയുള്ള സാക്ഷികൾ അധികരിച്ചു വരികയാണ്. അവർക്കൊക്കെ എന്താ പണി വെച്ചാൽ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. ഇവിടെ അങ്ങനെ ചെറിയ പണിയാണ്. എന്താ പണി എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പണികളാണ്. ഈ ചെറിയ ചെറിയ പണികൾ അവരോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ആഴ്ചയിൽ 2-3 ശാസി വിസ്താരത്തിന് കൂട്ടും കൊടുത്താൽ മതി. ഇഷ്ടം പോലെ കിട്ടിപ്പോകില്ലേ ദുനിയാവ്? കാശ് ഒരു വർക്കത്തില്ലാത്ത കാശ് അങ്ങനെ കിട്ടുക. അങ്ങനെ കള്ളം പറഞ്ഞിട്ട് കിട്ടുന്ന കാശല്ലേ? എന്ത് വർക്കത്തുണ്ടാകുക? ഒരാള് ത്വലാഖ് ചൊല്ലി 3 ചൊല്ലി, 1 ചൊല്ലിയിട്ടുള്ളൂ എന്ന് ഇയാള് പറയുന്നു. അതിന് സാക്ഷി കൊടുത്താൽ 1 ലക്ഷം കിട്ടും. കേട്ട ഭാര്യയും മാതാവും സഹോദരങ്ങളൊക്കെ പറയുന്നു 3 ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ സാക്ഷി വിസ്താരമായിട്ട് ഇയാളെ കൂടെ പോയി കോടതിയിൽ അയാൾക്ക് റിപ്പോർട്ട് വന്നു, 1 ചൊല്ലിയിട്ടുള്ളൂ. ഈ സാക്ഷികൾ മുഖേന സ്ഥിരപ്പെട്ടത് കൊണ്ട് ഇനി കൂടെ ജീവിക്കാം.
എന്തെല്ലാം സാക്ഷി വിസ്താരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഷാഹിദ് സൂർ കഴിഞ്ഞിട്ട് 9ാമത്തെ നമ്പർ താരിഖുസ്സലാ. നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിം നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടുന്നവനാണ്. ഇങ്ങനെ കൂട്ടി നോക്കി എത്ര ആൾ ഓർത്തു? മഹല്ലടിസ്ഥാനത്തിൽ ഇങ്ങനെ നോക്കാം, ഈ നമ്പറുകളൊക്കെ നോക്കാം മഹല്ലടിസ്ഥാനത്തിൽ. അപ്പൊ നേരത്തെ പറഞ്ഞ 1001 ഉണ്ടാവുള്ളൂ അല്ലേ? അതിലധികം ഉണ്ടാവൂ. നമ്മളൊന്ന് ചിക്കി ചികഞ്ഞ് നോക്കിയാൽ അങ്ങനല്ലേ സഹോദരങ്ങളെ വരുള്ളൂ. അത് നിസ്കരിക്കാത്തവര് എന്ന അർത്ഥത്തിൽ എത്രയോ ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിയും. എന്തിന്? താരിഖുസ്സലാ. താരിഖുസ്സലാ, നിസ്കരിക്കാത്തവന് സാക്ഷിക്ക് പറ്റോ? ഓനൊന്നിനും പറ്റൂല. ഭക്ഷണം കിട്ടാതെ ഇരുന്നാല്, ഭക്ഷണം കിട്ടാതെ ഒരു മുസ്ലിമായ മനുഷ്യൻ, മുത്തഖിയായ മനുഷ്യൻ വിഷമിച്ചാൽ, നായനെ കണ്ടു, നായനെ അറുത്ത് തിന്നൽ ഹലാലായ ഘട്ടമാണ്. ജീവൻ സൂക്ഷിക്കാൻ വേണ്ടി നായനെങ്ങനെ അറുക്കാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് നിസ്കരിക്കാത്തവൻ വരുന്നത്. നായനെ വിട്ടിട്ട് നിസ്കരിക്കാത്തവനെ പിടിക്കണം, ഓന്റെ കാലിന്റെ തൊടയിൽ നല്ലൊരു ഇറച്ചി കഷ്ണം മുറിച്ചെടുക്കണം, എന്നിട്ടത് ഭക്ഷിക്കൽ ഹലാലാണ്. ആ ഗൗരവമുള്ള നജസായ നായന്റെ ബഹുമാനം പോലും താരിഖുസ്സലാത്തിനില്ല. നിസ്കരിക്കാത്ത മനുഷ്യൻ ഫാസിഖല്ലേ സഹോദരങ്ങളെ? ഒരൊറ്റ വഖത്ത് കാരണമില്ലാതെ ഒഴിവാക്കിയാണ് ആള് ഫാസിഖായി പോകൂലേ? എന്നും നിസ്കരിക്കാത്തവന്റെ അവസ്ഥ എന്താണ്? എന്നും സുബഹി നിസ്കരിക്കാത്തവന്റെ കഥ എന്താണ്? എന്നും ഇശാ നിസ്കരിക്കാത്തവന്റെ അവസ്ഥ എന്താണ്? ഒരൊറ്റ നിസ്കാരം പ്രായപൂർത്തി എത്തിയതിനു ശേഷം അള്ളാഹ് നിശ്ചയിച്ച കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒഴിവാക്കുന്ന മനുഷ്യന്റെ പേര് ഫാസിഖല്ലയോ? തീരെ നിസ്കരിക്കൂല, വെള്ളിയാഴ്ച മാത്രം ഒന്ന് നിസ്കരിക്കും. എന്തിന്? ബാക്കിയുള്ളവരൊക്കെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി, ആ ഒരു നിസ്കാരത്തിന് വേണ്ടി മാത്രം വരും. സുബ്ഹാനല്ലാഹ്. ഈ നിസ്കരിക്കാത്ത മനുഷ്യന്മാര്, പതിവായി നിസ്കരിക്കാത്തവര് ആഖിറത്തിൽ എവിടെയാണ് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്? മല്ലം യുഹാഫിദ് അലൈഹാ, നിസ്കാരത്തിൽ കൃത്യത പാലിക്കാത്തവൻ. അങ്ങാടിയിലൊക്കെ പോകും, ഒരു മഗ്‌രിബ് നിസ്കരിക്കും, വെള്ളിയാഴ്ച ഒരു ജുമുഅ നിസ്കരിക്കും, കഴിഞ്ഞു. വീട്ടിൽ നിന്ന് സുബഹിയില്ല. ഭാര്യമാര് പറഞ്ഞു തോറ്റുപോയി. അവര് നേരത്തെ എണീറ്റ് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുബഹി നിസ്കരിക്കുന്നു. ഇവന്റെ പറച്ചിൽ എന്താണെന്നറിയോ? ഞാൻ കൊണ്ടുവന്നിട്ടാണ് നിന്നെ പോറ്റുന്നത്, എന്നെ ശല്യം ചെയ്താൽ പോരെന്ന് ഞാൻ എന്നെ ഇറക്കി വിടും. നിങ്ങൾ നിസ്കരിച്ചാലും വേണ്ട, നിസ്കരിച്ചാലും വേണ്ടില്ല. ഞാനിവിടെ കുടുങ്ങിപ്പോയില്ല പെണ്ണ്. ഒറ്റ വാണിങ്. അത്ര ധൈര്യം എന്ന് പറയാം. അങ്ങനൊക്കെ പറയാനുള്ള ധൈര്യം നോക്കുകയാണെങ്കിൽ, തൊലിക്കെട്ടി നോക്കുകയാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. ചെറിയ ഗൗരവമുള്ള വിഷയമാണോ? ഒരു സ്ഥലത്ത് ഭർത്താവ് നിസ്കരിക്കുന്നില്ല, ഉസ്താദെ ദ്വാരക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ നിസ്കരിക്കാൻ പറയില്ലേ? നിസ്കരിക്കാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു തലാക്കാണ് ചൊല്ലിയിട്ടുള്ളത്. നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഒരു തലാക്ക് ചൊല്ലിയിട്ടുള്ളത്. ഇനി രണ്ടാമത് നിസ്കരിക്കാൻ വേണ്ടി സുബഹിക്ക് വിളിച്ചാൽ 2, മൂന്നാമത്തെ കഴിഞ്ഞാൽ 3 കഴിഞ്ഞില്ലേ? ദ്വാരക്കാൻ നേരായി. ഞാൻ ഈ ഹദീസ് ഒന്ന് പൂരിപ്പിക്കണം. താരിഖുസ്സലാ, നിസ്കാരം ഒഴിവാക്കുക. നമ്മളെ മക്കളിലോ കുടുംബങ്ങളിലോ ആരും താരിഖുസ്സലാകരുത്. നിസ്കരിക്കാത്ത മനുഷ്യന്മാർക്ക് പെണ്ണ് കൊടുക്കരുത് സഹോദരങ്ങൾ. ഈ ചെറുപ്പക്കാരിന്റെ ഈ ക്ലിപ്പ് കേട്ടിട്ട് അതിന്റെ പിന്നാലെ അടിക്കുറിപ്പ് പലതും എഴുതിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊന്നും വായിക്കില്ല. നിസ്കരിക്കാത്ത ആളുകളെ നന്നാക്കണം, അതിനാ പെണ്ണ് കൊടുക്കരുത് എന്ന് പറഞ്ഞു. നിസ്കരിച്ച് നന്നായി വരട്ടെ ആള്, എന്നിട്ട് നല്ല മുത്തഖിയായ ഇഖ്ലാസുള്ള ആളായിട്ട് തൗബ ചെയ്ത് വരട്ടെ, എന്നിട്ട് കൊടുക്കാം അല്ലേ? ഇത് ജോലി എന്ന് കാണുമ്പോ കൊടുത്തു പെണ്ണ്, അതാ അവര് നിസ്കരിക്കാത്ത. അങ്ങനെ കൊടുക്കരുത്. നല്ല ദീനും ഖുലുഖുള്ളവർക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. സ്വാലിഹത്തായ പെണ്ണുങ്ങൾ അവർക്കാണ് ചേർത്തി കൊടുക്കേണ്ടത്. അല്ലാതിരുന്നാൽ സ്വന്തം വീട്ടിൽ നിന്ന് ശീലിച്ച അതേ ശീലം വീട് കെട്ടിയിട്ട് വേറെ താമസിക്കുമ്പോഴും ആ പെണ്ണ് സുബഹിക്ക് എണീറ്റ് നിസ്കരിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, മക്കളും നിസ്കരിച്ച് അവർ മദ്രസയിലേക്ക് പോകുന്നു. ഇവന് നിസ്കാരമില്ല. റബ്ബവന് കൊടുക്കുന്ന ദുനിയാവ് അവൻ വിചാരിച്ചു, അവനെ സമ്മതിച്ച് അംഗീകരിച്ചത് കൊണ്ട് കൊടുക്കാണ്. അല്ലേ? അല്ല, അവനെ ഒരു
പിടുത്തം പിടിക്കാൻ വേണ്ടി അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണ വസ്തുവാണ്. അവനത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. പെട്ടെന്നൊന്ന് അല്ലാഹു തആല ഒരു ബ്ലോക്ക് കൊടുത്തു പോയാൽ, പെട്ടെന്ന് അല്ലാഹു തആല അവന്റെ നരമ്പിനൊരു ക്ഷതമേൽപ്പിച്ചാൽ, പിന്നെ അവൻ വിളിക്കാത്ത ഉസ്താദുമാരില്ലല്ലോ, ചൊല്ലാത്ത ദിക്റുകളില്ലല്ലോ, ചെയ്യാത്ത അമലില്ലല്ലോ. കാണാൻ പോകുന്ന ആളുകളോട് ഒന്ന് മാറി കിട്ടിയെങ്കിൽ പള്ളി പോകാമായിരുന്നു എന്ന് പറയാണ്. കേൾക്കുന്നവർ മാറി നിന്ന് ചിരിക്കാണ്. എന്തെങ്കിലും മാറി നിന്ന് ചിരിക്കുന്നത് അല്ലൊരു ആഗ്രഹം പറഞ്ഞ് കേട്ടിട്ട് ചിരി വന്നു പോയതാണ്. ഈ അസുഖം മാറിയാൽ പെട്ടെന്ന് മൂപ്പർക്ക് പള്ളിക്കൊക്കെ പോകണമെന്നുണ്ട്. ഇതിന്റെ മുമ്പോ പള്ളിന്റെ പടിവാതിൽക്കിലേക്ക് ആള് കടന്നിട്ടില്ല. ഇപ്പൊ മാത്രമുള്ള ആഗ്രഹം പള്ളി പോകാനുള്ള ആഗ്രഹമല്ല, രോഗം മാറി കിട്ടാൻ വേണ്ടി പറഞ്ഞ ആഗ്രഹമാണ്. അതുകൊണ്ട് ചിരി വന്നു പോയതാണ്. പള്ളിയൊക്കെ ഒരാൾ പോകാനുള്ള സന്തോഷം തന്നെയല്ലേ? പക്ഷെ മൂപ്പര് പള്ളിയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കേട്ടപ്പോൾ നമുക്ക് ചിരി വന്നത്. നല്ല ആരോഗ്യമുള്ള 40 കൊല്ലം അല്ലാഹു തആല കൊടുത്തിട്ട് ഇതുവരെ ആ പടിവാതിൽ കടന്നിട്ടില്ല. ഇപ്പൊ രോഗം വന്നപ്പോ മാത്രം ഒരു ആഗ്രഹം, ഇതൊന്ന് മാറി കിട്ടിയാ പള്ളി പോകായിരുന്നു. നേരത്തെ പോയിക്കൂടാനില്ലേ? അപ്പൊ ഇനി പള്ളിയിൽ പോകാനുള്ള ആഗ്രഹത്തിനാണോ അങ്ങനെ പറയുന്നത്? അല്ല, ഇത് മാറാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിനാണ്. അത് ആത്മാർത്ഥമായിട്ടല്ല. താരിഖുസ്സലാ, അതിൽ മെമ്പർഷിപ്പ് എടുക്കരുത്. 10ാമത്തെ ഹതഭാഗ്യൻ വല്ലദീ യൻദുറു ലിവാലിദൈഹി ബിഐനിൽ ഗളബ്, ദേഷ്യത്തിന്റെ കണ്ണുകൊണ്ട് മാതാപിതാക്കളിലേക്ക് നോക്കുന്നവൻ നരകത്തിലേക്ക് വിധിക്കപ്പെടുന്നവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മുത്തഖീങ്ങളായി ജീവിക്കണം. ഇതൊക്കെ മാറ്റുന്ന ആൾക്കാരാണ് മുത്തഖീങ്ങൾ. ഈ 10 മെമ്പർമാരും എന്റെ ഉമ്മത്തിൽ നിന്ന് നരകത്തിലേക്ക് കൽപ്പിക്കൊടുന്നവനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആരാ നരകത്തിലെത്തുന്നത്? മുത്തഖീങ്ങൾ മാത്രമാണ്. ആ കൂട്ടത്തിൽ ഇടം പിടിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.